നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ടെക്നോളജി മുഹമ്മദ് പട്ടാമ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കൊപ്പത്ത് 2 കിഡ്നി കേടായവരെ 4 ലിറ്റർ മരുന്ന് 4 മണിക്കൂർ 4 ലിറ്റർ അരച്ച മരുന്നിൽ മാറ്റിയെടുക്കുന്നു. ഇപ്പോൾ പറയാൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം അതിലൊരു വ്യക്തമായ കാരണങ്ങളുണ്ട്. പൊതുജനങ്ങൾ കുടുങ്ങിയ സ്ഥലങ്ങളിൽ എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പലതരം ഉപദേശമായിട്ട് വരാറുണ്ട്. ചിലപ്പം മരുന്നായിട്ടും അല്ലെങ്കിൽ നല്ല വിദ്യയായിട്ടും ഒക്കെ വരാറുണ്ട്. അതിലൊരു വിദ്യയാണ് ഞാനിന്ന് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇന്ന് മെയ് 2-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏതാണ്ട് സമയം 6:45 ഉണ്ടാവും. സമയം നോക്കട്ടെ കേട്ടോ. 6:51. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് നിങ്ങളറിയാണ്ട് ആർക്ക് പൈസ പോയാലും അപ്പോഴത്തെ ബാലൻസ് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ആരുടെ അടുത്തേക്കാണ് ഈ പൈസ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഈ രണ്ടും സംഘടിപ്പിച്ചിട്ട് തൊട്ടടുത്ത വർക്കിംഗ് ദിവസം നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങളുടെ പാസ്ബുക്ക് അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇതുപോലെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് പാസ്ബുക്കിൽ അടിച്ച് മേടിക്കണം. അടിച്ചതിൻ്റെ ശേഷം ഏത് ഡേറ്റിനാണ് പോയതുള്ളതെന്ന് വിചാരിച്ചാൽ ആ അക്കൗണ്ട് നമ്പറിൻ്റെ അടിയിലൊരു വരങ്ങനെ നീട്ടിയിടണം. അത് ബാങ്കിൽ നിന്ന് ഇടണം. നിങ്ങൾ പാസ്ബുക്ക് മതി ഇരുത്തരുത്. എന്നിട്ട് അത് വാങ്ങിയതിൻ്റെ ശേഷം ബാങ്കിൽ ഈ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ നേരെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ സെറ്റും നിങ്ങളുടെ ഒരു പരാതിയും കൂടി കൊണ്ടുപോയി നിങ്ങളുടെ തൊട്ടടുത്ത നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്, നിങ്ങളിപ്പോൾ ഈ അപകടം ഏത് സ്ഥലത്താണ് പറ്റിയത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. എവിടെയാണ് അപകടം പറ്റി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് ആർക്കാണ് കൊടുത്തത് അവിടെ നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തിട്ട് അത് അവരോട് പറയണം, നിർബന്ധമായിട്ട് കമ്പ്യൂട്ടർ കയറ്റണം, എനിക്കതിൻ്റെ റെസീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങണം. റെസീറ്റ് വാങ്ങണം. അവരോട് 1-2 കാര്യം കൂടി ചെയ്യണം. ഇത് കേസ് ചാർജ് ചെയ്യണം, FIR ഇടണം എന്ന് പറയണം. കേസ് ചാർജ് ചെയ്യണം, FIR ഇടണം എന്ന് അവരോട് പറഞ്ഞാൽ ഇത് രണ്ടും അവർ തരും, റെസീറ്റും തരും. FIRൻ്റെ കോപ്പി നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. താമസിക്കാണ്ട് നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻഷുറൻസ് പൈസയിൽ നിന്നെടുത്തിട്ട് ആരാണോ ഈ കുറ്റം ചെയ്തത് അയാളെ അടുത്ത 30 ദിവസത്തിൻ്റെ ഉള്ളിൽ പിടിച്ച് അവിടെ കൊണ്ടുവരും. എവിടെ? നിങ്ങളുടെ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത് കാണും. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ കംപ്ലൈൻറ്റ് വന്നിട്ട് ഈ ഫയലിൽ ആരൊക്കെ ഒപ്പുവെച്ചു അവർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവിടെ പ്രശ്നമുണ്ട്. ബാങ്കിൻ്റെ സ്റ്റാഫായാലും പോലീസുകാരായാലും ഈ കംപ്ലൈൻറ്റ് ഫയലിൽ ഒപ്പുവെക്കുമ്പോൾ മാത്രമേ അവർക്ക് സർക്കാർ ജീവനക്കാരാവുള്ളൂ. അവർക്ക് ഇനി ഇത് ഇതിൻ്റെ ഈ കേസുകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് ഈ ഉടമയ്ക്ക് പൈസ തിരിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇത് ബാങ്കിങ്ങിൻ്റെ ഓഫീഷ്യൽ ഫയലിൽ പോയി അതൊരു വലിയ തോതിൽ കേസായി വന്നതിൻ്റെ ശേഷം ഇവർക്കൊക്കെ ഒരു റീവാർഡ് വരും. റീവാർഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് നേരിട്ട് കൊടുക്കുന്നത്. അത് കേവലം കുറച്ച് പൈസ മാത്രമല്ല, അതിലൊരു ഗ്രാറ്റുവിറ്റി, അത് വേറെ കുറേ ഭാഗങ്ങൾ വരും. അതായത് ഗവൺമെൻറ് സ്റ്റാഫാണ് എന്ന് അംഗീകരിക്കുന്നൊരു മുദ്ര. അതായത് ആർക്ക് പെൻഷൻ മുടങ്ങിയാലും ഇവരുടെ ഭക്ഷണവും ഇവരുടെ പൈസയും മുടങ്ങില്ല. മനസ്സിലായോ? ശരിക്കും ഗവൺമെൻറ് അംഗീകരിച്ച ആളുകളുടെ ഭക്ഷണവും പൈസയും, അതായത് ഇവർക്ക് കിട്ടുന്ന പെൻഷൻ ഉണ്ടല്ലോ, അതും മുടങ്ങില്ല. ഇവരുടെ പൈസ വേറൊരു അക്കൗണ്ടിലേക്ക് തടഞ്ഞു വെക്കാനും കഴിയില്ല. ഇവർക്കുള്ള പൈസ ആര് കൊടുത്തില്ലെങ്കിലും കറക്റ്റ് സമയത്ത് ബാങ്കിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ. അത് മാത്രമല്ല, ഇവർക്ക് ഇവർ കാരണം ബാങ്കിനുണ്ടായ ഒരു ചീത്തപ്പേര്, റിസർവ് ബാങ്കിനുണ്ടായ ഒരു ചീത്തപ്പേര്, അതിൻ്റെ റീവാർഡ് കിട്ടും ഇതിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥർക്ക്. ബാങ്കിനല്ല കിട്ടുക, ഈ ഒപ്പിട്ട ഉദ്യോഗസ്ഥർക്ക് പേഴ്സണാലിറ്റിയാണ് വരിക. അത് അതിനെക്കുറിച്ച് ഫുള്ള് പറയാൻ എനിക്കറിയില്ല. എന്തായാലും ഇത് നിങ്ങൾ പൈസ പോയാലും പ്രത്യേകം ചിന്തിക്കണം. നിങ്ങൾ മിണ്ടാതെ മൂടി വെക്കരുത്. അതിൻ്റെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോഴത്തെ ബാലൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അതിൻ്റെ മുമ്പ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നില്ല മെസ്സേജിൻ്റെ
സ്ക്രീൻഷോട്ട് എടുക്കണം. അത് 3 നിങ്ങൾ കൈവശം വെക്കണം. കാരണം അതിലൊക്കെ വിശദമായ സമയവും ഡേറ്റും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ പൈസ എവിടേക്ക് പോയി എന്നുള്ളതിൻ്റെ ഈ 3 ഷോട്ടിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പോലീസിന് കിട്ടും. പോലീസ് കമ്പ്യൂട്ടറിൽ ഇത് 3 കയറ്റും. 3 കയറ്റിയ പോലീസിന് നിങ്ങളിത് കയറ്റിയ പോലീസുകാർക്കൊന്നും അറിയില്ലായിരിക്കാം. ആ പോലീസുകാർ ഇതിൻ്റെ ചെയ്യേണ്ട ഇത്തരം പരാതികൾ ആ പരാതിയുടെ അടുത്ത സൈഡിൽ ഒരു കഷ്ണം ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഡേറ്റ്, സമയം, പിന്നെ പോലീസ് സ്റ്റേഷൻ, പിന്നെ നിങ്ങളിരുന്ന പരാതി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്, അവരുടെ പേര് ചേർക്കണം. അവർക്ക് ഒരു നമ്പർ ഉണ്ടാവില്ല, അവർക്ക് നമ്പറുണ്ടാവുക, പേരല്ല, അത് കൃത്യമായിട്ട് ചേർക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ചെറിയ തരത്തിലുള്ള ഒപ്പ് നമ്മൾ 3 തരമാണ് ഉപയോഗിക്കുക. അതായത് പ്രധാന ഒപ്പ്, അതായത് ബാങ്കുകൾക്കും മറ്റു ഓഫീസുകൾക്കുള്ളൊരു ഒപ്പ്. അതിൻ്റെ ചുവടെ നമ്മുടെ പിന്നെ ഓഫീസിലെ ആവശ്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ ബന്ധപ്പെട്ട ഓഫീസിന് മാത്രം ഉപയോഗിക്കുന്ന ഒന്ന്. കാരണം ഇത് 3 നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒപ്പ് ഇതൊന്നതിൽ വന്നാൽ പിന്നെ ആ ഉദ്യോഗസ്ഥന് ആരൊക്കെയായി, അത് പിന്നെ ആ സ്റ്റേഷൻ്റെ SIക്ക് ഇത് പരാതി വാങ്ങി വെച്ച പോലീസുകാരന് ഇത് കമ്പ്യൂട്ടർ കയറ്റുന്ന അവരും ഇതുപോലെ കയറ്റിയ അവരെ ആരാണോ ഈ കമ്പ്യൂട്ടർ കയറ്റുന്ന അവരെ പേരിടണം. പിന്നെ അവർ പേരിട്ടതിൽ വന്നു അവർക്കൊക്കെ ഈ റീവാർഡ് വരും. റീവാർഡ് എപ്പോൾ വരും, എങ്ങനെ വരും, എന്തൊക്കെ അതിൻ്റെ സ്വഭാവം എന്ന് പറയാൻ എനിക്കറിയില്ല. റീവാർഡ് ഉണ്ട്, അത് ഉറപ്പാണ്. അത് എപ്പോൾ എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അറിയില്ല. പിന്നെ ഇതിന് പരാതി ചാർജ് ചെയ്താൽ റിസർവ് ബാങ്കിൻ്റെ എല്ലാ വെബ്സൈറ്റിലും ചെല്ലും. ഉടനെ അത് കംപ്ലയിൻറ്റ് സെല്ലിലേക്ക് മാറും. കംപ്ലയിൻറ്റ് സെല്ലിലേക്ക് മാറുമ്പോൾ ഇതിന് 60 വിഭാഗം പോലീസുകാരാണ് നടപടിക്ക് തിരിയുക. 60 വിഭാഗത്തിന് സെപ്പറേറ്റ് പേപ്പർ അവർക്ക് പോവാം. ഒരു പേപ്പറല്ല പോവാം, ഇവർ കൊടുത്ത പരാതി അല്ല പോവാം, സെപ്പറേറ്റ് പേപ്പർ പോകും. ആ പേപ്പർ വെച്ചിട്ടാണ് ഇവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും അത് അവരവരുടെ ജോലിയുണ്ട്. പോലീസുകാർ അവരെ ചെയ്യുമ്പോൾ റവന്യൂ ഇൻ്റലിജൻസ്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ CBI, ഇവർക്കൊക്കെ ഈ സാധനം ചെല്ലും. അവരൊക്കെ അതാത് ഓഫീസുകളത് കൃത്യമായി വർക്ക് ചെയ്യും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. റിസർവ് ബാങ്കിൻ്റെ രേഖ വളരെ നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാത്തൊരു വിവരം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ പൈസ പോയി, എൻ്റെ പൈസ പോയി പറഞ്ഞിട്ട് നെഞ്ഞത്തടിച്ച് പിന്നെ കരയണ്ട. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. നിങ്ങൾ കൊടുക്കാത്തത് ആർക്കും പോയെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നതാണ്. സ്ക്രീൻഷോട്ട് എടുക്കണം. ഏതൊക്കെ ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് എടുക്കണം, തൊട്ടുമ്പോൾ പൈസ പോയതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, അതാണ് ആദ്യം എടുക്കേണ്ടത്. രണ്ടാമത്തെ നിലവിലുള്ള ബാലൻസിൻ്റെ എടുക്കണം. മൂന്നാമത്തെ ഇന്നലെ മിഞ്ഞാന്ന് നിങ്ങൾക്ക് സാധാ SMS വന്നിട്ടുണ്ടാവില്ലേ, അതിൻ്റെ സ്ക്രീൻഷോട്ട് വലുതാക്കിയിട്ട് അത് കൊടുക്കണം. ഏറ്റവും ഒടുക്കം വന്ന് അപ്പോൾ ആ ഒടുക്കം വന്നതിൽ 2 എണ്ണത്തിൽ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ പെടും. ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളത്ത് കിട്ടിയാൽ നിധി കിട്ടിയ പോലെ, മനസ്സിലായില്ലേ? അവർ പോലീസ് സ്റ്റേഷൻ്റെ പേര് തന്നെ റിസർവ് ബാങ്കിൻ്റെ കണക്കിൽ വേറെ വരും. അങ്ങനെ 2 തവണ പേര് വന്നാൽ ആ സിറ്റി തന്നെ നന്നാവും. കാരണം പിന്നെ സാധാ കളി കളിക്കാൻ പറ്റില്ല. കാരണം പോലീസിന് യഥാസമയങ്ങളിൽ കോള് വരും. കോള് സാധാരണ കോളല്ലാത്ത DGPമാരുടെ ഇടയിലാണ്. അപ്പോൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പൗരത്വ ബോധം അംഗീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരാളുടെ അടുത്ത് കള്ളത്തരം ചെയ്യരുത്. കള്ളത്തരം ചെയ്യാൻ നിങ്ങളൊരാൾക്ക് കൂട്ടു നിൽക്കരുത്, നുണ പറയരുത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളാണ് പുറത്തേക്ക് കൊടുക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ തമാശ കളിക്കരുത്. അപ്പോൾ ഞാൻ ടെക്നോളജി മുഹമ്മദ് ഫതീൽ, ഡോക്ടർ മുഹമ്മദ് IPS എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതാണ് ഈ ഉരുണ്ട് കളി. അപ്പോൾ ഞാൻ പട്ടാമ്പി കൊടുക്കരുത്. അസ്സലാമു അലൈക്കും.